സർ 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഒരിക്കലും അബദ്ധത്തിൽ തട്ടിയാൽ പോലും ഓഫാവാത്ത ഫ്യൂവൽ സ്വിച്ച് ഓഫായിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിലൊരു അട്ടിമറി സാധ്യതയുണ്ടോ? ദൂരദർശനിലെ ന്യൂസൊക്കെ വായിക്കാൻ മാത്രമേ അതേ മോഡുലേഷൻ ആണല്ലോ. അല്ല, അത് ഇപ്പം നമുക്ക് കിട്ടിയ കഷ്ടമുറി റിപ്പോർട്ടല്ലേ, ആ ഡീകോഡ് ചെയ്ത് അമേരിക്കന്നല്ലേ. അവസാനം ഞാൻ വായിക്കുമ്പോൾ ഡീകോഡ് ചെയ്യാൻ അമേരിക്കയിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത്. ഇപ്പം അതിനനുസരിച്ച് അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ശരിയാണ്, അതിൻ്റെ സാങ്കേതിക പ്രശ്നം ഫ്യൂവൽ എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. ഫ്യൂവലേജിലെ കുഴപ്പമാണ്. ശരിയാണ്. നീ ഓഫാക്കിയല്ലേ, നമുക്ക് കിട്ടിയ വിവരം എന്താണ്? ആരാണ് സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് ഒരാൾ ചോദിക്കുന്നു, ആര് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത് പറയുന്നു ഓഫാക്കിയിട്ടില്ല. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? നമുക്ക് കിട്ടിയത് വെച്ചാൽ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റും. നാളെ പോയിന്റ് ഔട്ട് അതിന് പുതിയ ഇൻഫർമേഷൻ നീ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞ് പുതിയ എന്തെങ്കിലും വരുന്നത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് കോമൺ സെൻസിക്കലായിട്ട് പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ കോൺക്രീറ്റ് ആയിട്ട് ഇത് പൈലറ്റിന് എററാണ്, അല്ലെങ്കിൽ ഹസാരെ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു, MH370 മലേഷ്യൻ എയർലൈൻ അല്ലേ, അതുകൊണ്ട് വെച്ച് കടലിൽ താഴ്ത്തിയ കക്ഷിയുണ്ട് പൈലറ്റ്. അത് അയാൾ ബോധവും ചെയ്തതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അത് കോൺക്രീറ്റ് തെളിയിക്കപ്പെട്ടിട്ടില്ല. പൊതുവെ വേറൊരു വഴിയില്ല അത്. അങ്ങനെ പൈലറ്റ് ആ വിമാനം ഏതാണ്ട് 7-8 മണിക്കൂർ കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ട്. അത് ഫൈനലി അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഇത് ഓണായിരുന്നു, ട്രാൻസ്പോണ്ടറുകൾ ഓണായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബോധവും പൈലറ്റ് ഹൈജാക്ക് ചെയ്ത് എവിടെ കൊണ്ടുവച്ച് കടലിൽ കളഞ്ഞു. കടലാണ് കളഞ്ഞത്. അപ്പം ആ രീതിയിലാണ് എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയ സംഭാഷണ ശകലം ഇത്രയാണ്. ഇത് ഈ സംഭാഷണ ശകലം ലീക്കാക്കിയവനെ മര്യാദയ്ക്ക് ലീക്കായി തന്നൂടെ? അതില്ല, ഇത്രയേ ലീക്കാക്കി തന്നിട്ടുള്ളൂ. അപ്പോൾ അത് പൈലറ്റിൻ്റെ എററിലേക്കാണ്. ഈ ഒരു രണ്ട് വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയത് ആരെയെന്ന് ഒരാൾ ചോദിക്കുന്നു, മറ്റേ പറയുന്നു ഞാനല്ല ഓഫ് ആക്കിയെന്നുള്ളത് പറയുന്നു. അപ്പൊ രണ്ടുപേരും അവിടെ അല്ല, കോ പൈലറ്റും അല്ല പൈലറ്റും അല്ല, രണ്ടുപേരും അല്ല. അപ്പോൾ പിന്നീട് ആരെന്ന്, കാരണം ഇത് അങ്ങനെ ഒരു അബദ്ധത്തിൽ കൈതട്ടിയാൽ പോലും ഓഫ് ആവാത്തതാണ്. നമുക്ക് അതിന്റെ സാങ്കേതിക കാര്യങ്ങളും കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുണ്ടോ? അട്ടിമറി സാധ്യത എങ്ങനെ? നിങ്ങൾ ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് നെറ്റിക്ക് ഇങ്ങനെ തോണ്ടുന്ന പരിപാടിയല്ല. ഓരോന്നും പറയും ഇന്നത് ഫ്ലാപ്സ് ഓക്കെ, എന്തെങ്കിലും നോ എന്ന് പറഞ്ഞാൽ അന്നപ്പം ക്യാൻസലാണ് ഫ്ലൈറ്റ്. മനസ്സിലായില്ലേ? ടാക്സി ടേക്ക് ഓഫിന് മുമ്പ് ചോദിക്കും, കഴിഞ്ഞതിന് ശേഷമാണ് ടേക്ക് ഓഫ് അനുവദിക്കുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് ഓണായിരുന്നു. വിമാനം പുറപ്പെടുമ്പോൾ ഇത് ഓണാണ്. മനസ്സിലായി? പിന്നെ വിമാനം പുറപ്പെടുത്തിയതിനു ശേഷം എന്തായി? ഇത് ഓഫായി എന്നാണ്. ആരാണ് ഓഫാക്കിയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനല്ല എന്നാണ് അല്ലേ ഉത്തരം? ഓഫാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കണ്ടത്. ഓഫാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഫ്യൂവൽ എത്തിയിട്ടുള്ളത് മാത്രമേ നമുക്കതിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പൊതുവേ അമേരിക്ക നല്ല ഇൻഫർമേഷൻ വന്നത്. ഞാൻ അവസാന ഇൻഫർമേഷൻ എനിക്ക് എന്താണ് ബ്ലാക്ക് ബോക്സ് അവിടെ പരിശോധിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈലറ്റിൻ്റെ തലയിലേക്ക് ചാരാനുള്ളൊരു സംഭവമാണ്. ലോകത്ത് എവിടെ വിമാനപാഠം നടന്നാലും അത് മിക്കവാറും ടെക്നിക്കൽ ലാഗൊക്കെ ആയിരിക്കും. അത് പൈലറ്റിൻ്റെ തലയിൽ കയറ്റി വിട്ടേക്കും. പൈലറ്റിൻ്റെ തലയിൽ കയറ്റി വിട്ടാൽ അയാളുടെ കുടുംബം സഹിച്ചാൽ മതി. പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിമാന കമ്പനിക്ക് ഒരു പ്രശ്നമില്ല, എയർ ഇന്ത്യക്ക് ഒരു പ്രശ്നമില്ല, ബോയിങ്ങിന് തീരെ പ്രശ്നമില്ല. അപ്പോൾ അതിനുള്ളൊരു പണിയായിരിക്കും അത്. പക്ഷെ അങ്ങനെ പൈലറ്റിന്റെ തലയിൽ ചാരാനും പറ്റില്ല. കൃത്യമായ തെളിവുകൾ 2 പൈലറ്റുമാർ അതാണ് പറഞ്ഞത്. പക്ഷേ ഇത് പെട്ടെന്ന് ഇപ്പം നാട്ടുകാർ കണ്ടാൽ എന്താ വിചാരിക്കുക? നാട്ടുകാരുടെ ഒരു അഭിഭാഷണം നടത്തുന്നുണ്ട്. നാട്ടുകാർ കണ്ടത് ആരോ ഇത് ഓഫാക്കിയിട്ടുണ്ട്. അപ്പം ഓക്കെ, ഡ്രീം ലൈനർ ഓക്കെയാണ്, ഡ്രീം ലൈനർ സേഫാണ്. ഏതാണ്ട് ഇതേപോലെ അപകടത്തിന് ഡ്രീം ലൈനർ 2 ആഴ്ച മുമ്പ് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ പത്രത്തിൽ വായിച്ചു, ജസ്റ്റ് രക്ഷപ്പെട്ടു, ദുബായിലോ മറ്റോ. അപ്പോൾ ഇത് അവിടെ സേഫാക്കി വെക്കാനുള്ള എന്തോ പരിപാടിയാണ് ഇപ്പോൾ ഈ കേട്ടെടുത്തുനിന്ന്. സാധാരണക്കാരനൊക്കെ ആവാം, ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്, പൈലറ്റുമാരാവാം. ഇതാണ് ഇതിൻ്റെ സംഭവം. ഓട്ടോമാറ്റിക്കൽ ഒരു ഫ്യൂൽ സ്വിച്ച് ഓഫ് ആവാൻ സാധ്യതയോ? അത് അതിന് ടെക്നിക്കൽ എറർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ ബോയിങ്ങിൽ ഒരു വിസിൽ ബ്ലോവർ പറഞ്ഞ കാര്യത്തിലേക്ക് പോകേണ്ടത്. ഇവരിതിൻ്റെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു തന്നെ 10 വർഷത്തിൽ കൂടുതൽ ഈ സാധനങ്ങൾ പറക്കുകയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ രീതിയിലാണ് ഇപ്പം കാര്യത്തിൻ്റെ പോക്ക്. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പ്രശ്നം വന്ന സമയത്ത് അത് ഞാൻ അവിടെ വായിച്ചു,
ബോയിങ്ങിൻ്റെ ചീഫിനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ വന്നു ഈ വിമാനങ്ങളൊന്നും അമേരിക്കയിൽ പറക്കാനുള്ളതല്ല. അപ്പോൾ അമേരിക്കക്കാരന് സേഫാണ്. അമേരിക്കയിൽ അങ്ങനെ ടെക്നിക്കൽ ഗ്ലിച്ച് സംഭവിച്ച് വിമാനങ്ങൾ തകർന്നു. ഇന്നാളൊരു വിമാനം തകർന്നു വീണ അഡ്സൺ ഇതുപോലെ തകർന്നു വീണ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ചിടിച്ചാണ്. വേറെ ഒന്ന് ഫ്യൂവൽ തീർന്നിട്ടാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ല, ടെക്നിക്കൽ ഗ്ലിച്ച് പൊതുവെ സംഭവിക്കാറില്ല. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കാണിക്കും, ഏറ്റവും നല്ല ലാപ്ടോപ്പ് അമേരിക്കയിലേ കിട്ടുള്ളൂ. കാരണം അവർ അത്രയും പൈസ കൊടുത്ത് അവർ മേടിച്ചോളൂ. അപ്പം ഇത് മറ്റു സ്ഥലങ്ങളിൽ പറക്കാനുള്ള വിമാനങ്ങളാണ്. ഈ മറ്റു സ്ഥലങ്ങളിൽ പറക്കാനുള്ള വിമാനങ്ങൾ അമേരിക്കക്കാർ കയറില്ലേ? ചിലപ്പോൾ ഉണ്ടാവില്ല. അമേരിക്കക്കാർ പരമാവധി ചൂസ് ചെയ്യുക അവരുടെ വിമാന കമ്പനികളായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇപ്പം നമ്മൾ ഏത് സാധനം മേടിച്ചാലും 3 തരത്തിലുള്ള പ്രൊഡക്റ്റ് ഇറങ്ങുന്നതാണ് അടുത്ത എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഓൺലൈനിൽ വിൽക്കാനൊന്ന് ചീപ്പസ്റ്റ്, മോളിൽ വിൽക്കാനൊന്ന് കുറച്ചുകൂടി വില കൂടിയത്, പിന്നെ ഇവരുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ വിൽക്കാനുള്ളത് ഏറ്റവും നല്ല സാധനങ്ങൾ. ഇതൊന്നും ചെയ്യുന്നുണ്ടാവും ആർക്കത്? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിൻ്റെ ഒരു കാര്യം പൈലറ്റിൻ്റെ മേൽ ചേരാന്നുള്ളത്. ഇനി അങ്ങനെയാണ്, ഇനിയിപ്പോൾ പൈലറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ നോക്കുമ്പോൾ ഈ 2 പൈലറ്റ് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ല. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അത് നേരെ ടോവിനോ തോമസുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. നാളെ ഇതിൻ്റെ എൻഡിങ് ഒന്നും കൊടുത്തേക്കല്ലേ, പൊതുവെ അങ്ങനെ പ്രശ്നമുണ്ട്. അത് ഇത് വിമാന അപകടത്തിൽ പിന്നെ ടോവിനോ തോമസിന് അവസാനം വന്ന സിനിമ ഉണ്ടായിരുന്നു, ഫ്ലൈറ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ. എന്താ അതിൻ്റെ പേര്? അവസാനം വന്ന പടം. അത് വലിയ പടം വലിയ രീതിയിൽ ഓടിയില്ല, കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ സിനിമയാണ്. അതിൽ കഥ ഇതാണ്, ഈ ഒരു കൊലപാതക കേസുകളൊക്കെ സാക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പോലീസ് ഓഫീസർ ഈ പ്രതികൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു സാക്ഷി വാക്കുന്ന വിമാനം, ഫ്ലൈ ചെയ്യുന്ന വിമാനം അപകടത്തിലാക്കി ഈ സാക്ഷിയെ കൊല്ലുക. അപ്പോൾ പെട്ടെന്ന് വെങ്കാശ് എന്ന ആളുകൾ വിചാരിക്കുള്ളൂ. അതിനുവേണ്ടി ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വില്ലൻ ചെയ്യുന്നത് ഈ പൈലറ്റിൻ്റെ ബന്ധുക്കളെ പെമ്മക്കളെയൊക്കെ കൊണ്ട് റേപ്പ് ചെയ്ത് അവരുടെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഔട്ടാക്കുമെന്ന് പറയാം. ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളെ പൈലറ്റുമാർ കാശ് മേടിച്ച് ചെയ്തു എന്ന് ആരും വിശ്വസിക്കാനേ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ആ രീതിയിലാണ് തെളിയിക്കപ്പെടുന്നതെങ്കിൽ, ഇപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല പൈലറ്റുമാരാണ്. ഇനി ആണെങ്കിൽ ആ രീതിയിൽ അതൊരു അട്ടിമറിയായിരിക്കും. അതന്വേഷിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ആരും കളയില്ല. നമുക്ക് ഉറ്റവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കളയുള്ളൂ. ജീവിതം കളയാൻ ഇരിക്കാൻ വേണ്ടി നമ്മൾ ജീവൻ കളയും. മനസ്സിലായില്ലേ? അതന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇപ്പം ഉള്ളത് വെച്ച് നമുക്ക് കൺക്ലൂസീവായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഫ്യൂൽ സ്വിച്ചിന്റെ കാര്യം പല വിദഗ്ധരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി മനഃപൂർവ്വം അല്ലാതെ മറവി കൊണ്ടോ അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ ഒരിക്കലും മറവി കൊണ്ട് നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണ്. ഒരു ഗിയർ എങ്ങനെ ഇടണോ, അല്ലെങ്കിൽ ക്ലച്ച് അമർത്തണം, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടണം എന്ന് സാധാ ഒരു ഡ്രൈവർക്ക് മനസ്സിലാവുന്ന ഒരു എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ ഇതെന്തായാലും മറവിയല്ല, ഇത് മാനുവലി ചെയ്യുന്ന ഒരു ചെയ്താണെങ്കിൽ ബോധപൂർവമാണ്. പക്ഷെ അതുകൊണ്ടാവണമെന്നില്ല, ഫ്യൂലേജിലെ പ്രോബ്ലം കൊണ്ടായിരിക്കും. ഇന്ധനം എത്താതിരുന്നാൽ പോലെ ഇത് കാണാതിരിക്കാനും സാധ്യതയില്ല. കാരണം ഈ ഫ്യൂവൽ സ്വിച്ച് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അതേം അവിടെ സാധ്യത. ഇത് സംഭവം കൺഫ്യൂഷൻ കൂട്ടുന്ന മാത്രമേ ഉള്ളൂ. കാരണം ഇത് പറന്ന് വന്ന വിമാനമാണ്, അവിടുന്ന് ഫ്യൂവൽ അടിച്ചതാണ്. പിന്നെ ഓരോ ടേക്ക് ഓഫിന് മുന്നേ ഇതൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് ഓഫാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പിന്നെ അടി നടക്കേണ്ടതാണ്. അതിൻ്റെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. അല്ലേ കംപ്ലീറ്റ് വരട്ടെ. ഇപ്പോഴത്തെ വെച്ചുകൊണ്ട് നമുക്ക് പൈലറ്റുമാരെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. ഇനി പൈലറ്റുമാർ അങ്ങനെ വരുന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വല്ലതായിരിക്കും കാരണം. അത് പക്ഷേ സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെ വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ കൂടുതലും സാങ്കേതികമായിരിക്കും. കാരണം ഇതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് അമേരിക്ക ഈ ബോയിങ് വിമാനങ്ങൾ പ്രശ്നത്തിലായി തുടങ്ങിയത് അവർ ഡഗ്ലസിൻ്റെ കമ്പനി ഏറ്റെടുത്തോട് കൂടിയിട്ടാണ്. വളരെ വേറെ വിമാന കമ്പനി. അതോടുകൂടി ഇവർ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കോംപ്രമൈസ് ചെയ്തു. അതേ സമയത്ത് എയർബസ് ഒരുപാട് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വിമാനങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആളുകൾ അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഇവരുടെ നിലവിലുള്ള വിമാനങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ചില സോഫ്റ്റ്വെയറുകൾ അതിൽ ഉൾപ്പെടുത്തി വിമാനത്തിൽ. അങ്ങനെ 1-2 അപകടങ്ങളൊന്നും മലേഷ്യയിലൊക്കെ ഒരു അപകടം നടന്നിട്ടുണ്ട്. ഇത് മറ്റാരെ അറിയിച്ചതുമില്ല. ഓട്ടോമാറ്റിക്കലി പൈലറ്റിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ അന്നത്തെ വിമാനങ്ങൾ ഈ പറഞ്ഞ പോലെ അതിന് മൂക്ക് പൊങ്ങിയതായും ചെയ്യും. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി എന്താ പരിപാടിയാണ്? ഇതാരെ അറിയിച്ചില്ല. അന്നും പറഞ്ഞ് പൈലറ്റിൻ്റെ പ്രശ്നമെന്നാണ്. അവസാനം 2ാമത്തെ അപകടം നടന്നപ്പോൾ മനസ്സിലായത് പൈലറ്റിൻ്റെ പ്രശ്നമല്ല, ഇതാ കമ്പനിയുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇവന്മാരൊന്നും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിലവിലുള്ള വിസിബ്ലോവറിൻ്റെ വെളിപ്പെടുത്തലും നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു ഫെയിലർ ആവാൻ സാധ്യതയില്ല. പിന്നെ പൊതുവേ പൈലറ്റുമാരൊന്നും ഇത്തരം ആളുകളെ കൊലക്ക് കൊടുക്കാനൊന്നും മെനക്കെടില്ല. അപ്പോൾ MH370 സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ മൊഹാദിർ മുഹമ്മദ് എന്ന പോപ്പുലർ ആയിട്ടുള്ള നേതാവ് ഉണ്ടായിരുന്നു മലേഷ്യയിൽ. അയാളെന്തോ ഇല്ലാത്ത കേസൊക്കെ കുടുക്കി ജയിലിലിട്ടു. ആ ജയിലിലിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.
അതിനുശേഷം മഹാദേവ് മുഹമ്മദിനെ പുറത്ത് വിടുകയും ചെയ്തു. കാരണം പൈലറ്റ് വിമാനം ഇങ്ങനെ ഇത് എന്ത് ചെയ്യും, മനസ്സിലായില്ലേ? പക്ഷെ അതിനുള്ള സ്കോപ്പ് ഞാൻ ഇവിടെ കാണുന്നില്ല. ഇവിടെ ബോയിങ്ങിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ അറിയില്ല, കാരണം ബോയിങ് തന്നെയല്ലേ പരിശോധിക്കുന്നു. എഞ്ചിനി പരിശോധിച്ചിരുന്നത് എൻ്റെ ഈ വീഡിയോയിൽ തെറ്റ് സംഭവിച്ചു, എൻ്റെ തെറ്റാന്ന് പറയാൻ എഞ്ചിനി ആര്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി അങ്ങനെ വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.